ഇപ്പോൾ ശ്രീ അരുൺകുമാർ അഡ്വക്കേറ്റ് കെ.എസ്. അരുൺകുമാർ നമ്മളോടൊപ്പം ടെലിഫോൺ അണിച്ചിരിക്കുകയാണ്. ശ്രീ അരുൺകുമാർ, 83 ലക്ഷം രൂപ പിരിച്ചു എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ കണക്ക്, വയനാട്ടിൽ അവിടെ ആ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് വീട് നൽകാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ രൂപ എവിടെ പോയെന്ന് അവർക്കറിയില്ല. പക്ഷെ നമ്മുടെ മുൻപിലുള്ള വേറൊരു സംശയം കൂടിയുണ്ട്. ഈ യൂത്ത് കോൺഗ്രസ് നേതൃത്വം സംസ്ഥാനത്തെ 14 ജില്ലകളിലും പിരിച്ചിട്ട് ഈ 83 ലക്ഷം മാത്രമാണോ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടാവുക? ആ കണക്കുകളിൽ തന്നെ ചില അസ്വാഭാവികതകൾ തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ ദുരന്തം നടന്ന് 5 ദിവസം കഴിഞ്ഞപ്പോൾ പത്രമാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഞങ്ങൾ 30 വീടുകൾ നിർമ്മിച്ചു കൊടുക്കും എന്നതാണ്. അതിനു വേണ്ടിയിട്ട് വ്യാപകമായിട്ടുള്ള പണപ്പിരിവ് അവർ ആരംഭിക്കുകയും ചെയ്തു. ഡിവൈഎഫ്ഐ ആ സമയത്ത് 25 വീട് എന്നുള്ള പ്രഖ്യാപനം നടത്തി. അതിനുവേണ്ടി ആക്രി ഇറക്കി, അതുപോലെ തന്നെ തടി കയറ്റുന്ന ജോലി, തടി ഇറക്കുന്ന ജോലി, ഹോട്ടലുകളിൽ ജോലി എടുക്കുന്നത്, അതുപോലെ പലതരത്തിലുള്ള ജോലികൾ ചെയ്തിട്ട് അവർ പണം കണ്ടെത്തി. അവസാനം ഡിവൈഎഫ്ഐ 25 വീടിന്റെ സ്ഥലത്ത് 100 വീടുകൾ നിർമ്മിക്കാൻ പാകത്തിന് 20 കോടി രൂപ കണ്ടെത്തി. അതെല്ലാം കഠിനാധ്വാനത്തിലൂടെ, പണമായിട്ട് ഒരാളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും, സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കാതെ കൂലിപ്പണി എടുത്തും കഠിനാധ്വാനം ചെയ്തും 20 കോടി രൂപ കണ്ടെത്തി 100 വീടുകൾ നിർമ്മിക്കാനുള്ള പണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു. എന്നാൽ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ പലതരത്തിലുള്ള പിരിവുകൾ, നേരിട്ട് തന്നെ പണപ്പിരിവൊക്കെ നടത്തുന്നതിന്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന്റെ പ്രചരണമെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇതുവരെ ഒരു വീട് പോലും നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തുകയോ പണം ഗവൺമെന്റ് സംവിധാനത്തിന് കൈമാറുകയോ നേരിട്ട് അവർ നിർമ്മാണം ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല. പല ഘട്ടത്തിലും അവർ പറഞ്ഞത് ഞങ്ങൾ ഗവൺമെന്റ് സംവിധാനത്തെ ഏൽപ്പിക്കാൻ തയ്യാറില്ല, ഞങ്ങൾ നേരിട്ട് വീട് വെച്ച് കൊടുക്കും എന്ന രൂപത്തിലാണ്. പക്ഷേ ഇവരുടെ ക്യാമ്പിൽ തന്നെ വന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എത്ര രൂപ കൃത്യമായി പിരിച്ചുവെന്നോ ആ പണം എവിടെയെന്നോ കണ്ടെത്താൻ ഉള്ള രൂപത്തിൽ, അല്ലെങ്കിൽ ഇന്ന ബാങ്കിൽ അക്കൗണ്ടിലുണ്ട് എന്ന് പ്രതികരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വ്യാപകമായിട്ടുള്ള പണപ്പിരിവ്, ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും സാധാരണക്കാരുടെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ട് ആ പണം അവരുടെ ആവശ്യത്തിന്, വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നതാണ് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും വലിയ പ്രാധാന്യത്തോടെ ഈ ഒരു വിഷയം എടുക്കുന്നേയില്ല. നമ്മൾ കണ്ടു ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അഴിമതി ഈ സാധാരണക്കാരുടെ പേരിൽ, ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്തം അനുഭവിക്കുന്ന പേരിൽ നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഗവൺമെന്റ് സംവിധാനം തന്നെ ഉണർന്നു പ്രവർത്തിക്കേണ്ട, പോലീസ് സംവിധാനം ശക്തമായിട്ട് കേസെടുത്ത് അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഏതായാലും പൊതുസമൂഹത്തിൽ അതൊരു വ്യാപകമായിട്ടുള്ള ചർച്ചയായിട്ടുണ്ട്. വൻ അഴിമതിയാണ് പുറത്തു വന്നിരിക്കുന്നത്.